കേന്ദ്ര ലേബർ കോഡ് ചട്ടമുണ്ടാക്കാൻ കേരളം നേരത്തെ നീക്കം തുടങ്ങിയതിന്റെ രേഖകൾ പുറത്ത്. LDFിലോ തൊഴിലാളി സംഘടനകളുമായോ ചർച്ച ചെയ്യാതെയാണ് തൊഴിൽ വകുപ്പിന്റെ നീക്കം. ഉദ്യോഗസ്ഥ തലത്തിൽ തയ്യാറാക്കിയ കരട് രേഖയാണ് പുറത്തു വന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. മന്ത്രിമാർ അറിയാതെ കരടിറങ്ങുമോ എന്ന ചോദ്യവുമായി ശിവൻകുട്ടിക്കെതിരെ AITUC രംഗത്തെത്തി. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു. 2025 നവംബർ 21 മുതൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2019 കേന്ദ്രം ഈ പരിഷ്കാരങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ 2020 ചട്ടങ്ങൾ രൂപീകരിക്കുവാൻ സംസ്ഥാനത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി അന്ന് കരട് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുകയും അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു. എന്നാൽ ഏകപക്ഷീയമായി ഇത് നടപ്പിലാക്കുവാൻ കേരളം തയ്യാറായില്ല. ഇതുമായി ബന്ധപ്പെട്ട് 2022 ജൂലൈ 2 തിരുവനന്തപുരത്ത് ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ, ഈ രംഗത്തെ വിദഗ്ധർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു ശില്പശാല നടത്തിയിരുന്നു. അന്ന് തൊഴിലാളി യൂണിയനുകൾ ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധതയ്ക്കെതിരെ നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ വികാരം മാനിച്ചുകൊണ്ട് സംസ്ഥാനം തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് തൊഴിൽ മന്ത്രി എന്ന നിലയിൽ ഞാൻ അന്ന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ 3 വർഷമായി ഈ വിഷയത്തിൽ സംസ്ഥാനം ഒരു തുടർ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത് ഞങ്ങളുടെ ഉറച്ച നിലപാടാണ്. തീയതികളിൽ ഡൽഹിയിൽ നടന്ന സംസ്ഥാന തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ ഞാൻ നേരിട്ട് പങ്കെടുത്തിരുന്നു. അവിടെ വച്ച് ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ ശക്തമായ വിയോജിപ്പ് കേന്ദ്ര തൊഴിൽ മന്ത്രി അറിയിച്ചിട്ടുള്ളതാണ്. പ്രസയോഗത്തിൽ ലേബർ കമ്മീഷൻ ഉണ്ടായിരുന്നു. പ്രസയോഗത്തിൽ കേരളം ഉന്നയിച്ച ആശങ്കകളെക്കുറിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മറുപടി പറയുകയും ചെയ്തു. പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് കേന്ദ്ര മന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ നടപ്പിലാക്കാതെയാണ് ഉടനെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേന്ദ്ര വിജ്ഞാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ കേന്ദ്ര ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ ഒരു അടിയന്തര യോഗം നാളെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. യൂണിയനുകളുടെ അഭിപ്രായം കേട്ട ശേഷം മാത്രമേ സർക്കാർ തുടർ നടപടിയിലേക്ക് കടക്കൂ. കൂടാതെ ഈ വിഷയത്തിൽ ദേശീയതലത്തിൽ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി തിരുവനന്തപുരത്ത് ഒരു ദേശീയ ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ 19 ഇന്ത്യയിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കളെയും നിയമവിദഗ്ധരെയും ഇതിൽ പങ്കെടുപ്പിക്കും. BJP ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിൽ മന്ത്രിമാരെയും ഈ കോൺക്ലേവിൽ ക്ഷണിക്കും. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ കേരള സർക്കാർ ഏതൊരു തീരുമാനവും കൈക്കൊള്ളൂ എന്ന് വീണ്ടും ഉറപ്പ് നൽകുകയാണ്. കേരളമൊഴികെ ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ലേബർ കോഡുകൾ സംബന്ധിച്ച ചട്ടങ്ങൾ തയ്യാറാക്കി കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ സാഹചര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ഇന്ന് രാവിലെ ചർച്ച ചെയ്ത് തൊഴിൽ വകുപ്പ് എടുത്തിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളുകൾ അനുവദിക്കണമെന്ന സുപ്രീം കോടതി വിധി പ്രായോഗിക വശങ്ങൾ പരിശോധിച്ച് പുനഃപരിശോധന ഹർജി നൽകുന്നത് പരിഗണിക്കും. വിദ്യാഭ്യാസ അവകാശ നിയമം കർശനമായി പാലിച്ചുകൊണ്ട് LP UP സ്കൂളുകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ അടിയന്തരമായി സ്കൂളുകൾ ആരംഭിക്കണമെന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി സംസ്ഥാന സർക്കാർ ഗൌരവമായി പരിശോധിച്ചു വരികയാണ്. മലപ്പുറം ജില്ലയിലെ ഏലമ്പ്രയിൽ സ്കൂൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിലെ വിധി മാനിക്കുന്നുവെങ്കിലും വിധിയിലെ പരാമർശങ്ങൾ കണക്കിലെടുത്ത്
പുനഃപരിശോധന ഹർജി നൽകുന്ന കാര്യം സർക്കാർ സജീവമായി പരിഗണിക്കുകയാണ്. വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാഹചര്യമല്ല കേരളത്തിലുള്ളത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, നീതി ആയോഗ് എന്നിവയുടെ കണക്കുകൾ പ്രകാരം കേരളം വിദ്യാഭ്യാസത്തിൽ ബഹുദൂരം മുന്നിലാണ്. 100% സാക്ഷരതയോടെ കേരളം ഇന്ത്യയിൽ ഒന്നാമതാണ്. ദേശീയ ശരാശരി എത്രയോ താഴെയാണ്. കേരളത്തിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗത്തും 1-2 കിലോമീറ്റർ ചുറ്റളവിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂൾ കൊഴിഞ്ഞുപോക്ക് കേരളത്തിൽ ഏതാണ്ട് 0 താഴെയാണ്. 0 താഴെയോ അടുത്തോ ആണ്. ഇത് ദേശീയ സാഹചര്യങ്ങളെക്കാൾ എത്രയോ മികച്ചതാണ്. അതായത് സ്കൂൾ ഇല്ലാത്തതിന്റെ പേരിൽ കേരളത്തിൽ ഒരു കുട്ടിക്കും പഠനം നിഷേധിക്കപ്പെടുന്നില്ല. മലപ്പുറം ഏലമ്പ്രായിലെ സ്കൂളിന്റെ കാര്യത്തിൽ അവിടെ സൗജന്യമായി ഭൂമിയും കെട്ടിടവും ലഭ്യമാകാമെന്ന് തദ്ദേശ സ്ഥാപനം അറിയിച്ച സാഹചര്യത്തിൽ അത് പ്രത്യേകമായി പരിഗണിക്കും. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുവാൻ മായ രീതിയിലായിരിക്കണം നടപ്പിലാക്കേണ്ടതെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ